ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില അതൊക്കെ പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മസാല പരുവത്തിലേക്കാക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ആ മസാല പോലെ ആക്കി അതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കണം. അതിനു മുന്നേ ഞാൻ ഉപ്പിടാൻ മറന്നു പോയതുകൊണ്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തു. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള മീനും അയിലയും പിന്നെ ഒരു അയക്കൂറയാണ് കേട്ടോ. പിന്നെ ആ എല്ലാ മീനിലേക്കും ഞാൻ കുറച്ച് മസാലയൊക്കെ എല്ലാ സ്ഥലത്തേക്കൊന്ന് പടർത്തി കൊടുത്തു. അതിനുശേഷം ഒരു ഫ്ലെയിം ഓണാക്കി ഞാൻ അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തു കേട്ടോ. മസാല എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ വെച്ച് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമ്മൾ ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലടിക്കും. അടിപൊളി സ്മെല്ലാണ് കേട്ടത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇനി നമ്മൾ മുരിഞ്ഞ് വന്നതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. കുറച്ച് ചോറും പിന്നെ നിങ്ങളടുത്ത് എന്താ കറിയില്ല അതൊക്കെ ഒഴിക്കുക. ഞാനിവിടെ സാമ്പാർ കറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ.